ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾക്ക് മുന്നിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരാളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനോ അതേപോലെ തന്നെ വിശ്വസിക്കാനൊന്നും പാടില്ല. വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വേദനകളും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ. അപ്പോൾ അതുപോലെ ഓരോരുത്തരെ വിശ്വസിച്ചിട്ടും അതേപോലെ കൂടെ സ്വന്തമാണെന്ന് വിചാരിച്ച് കൂടെ കൂട്ടിയിട്ടുള്ള ഒരിടത്തു നിന്ന് ഒരുപാട് എന്താ പറയുക മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരാളെയും നമ്മൾ കൂടുതൽ വിശ്വസിക്കാനും പാടില്ല, അതേപോലെ തന്നെ സ്നേഹിക്കാനും ഒന്നും ചെയ്യരുത്. സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സങ്കടപ്പെടേണ്ട ഒരവസരം കൂടെ നമുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടൊക്കെ നടത്തുമ്പോൾ നമ്മൾ അത്രക്ക് അന്വേഷിച്ചതിന് മാത്രം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളായാലും അതേപോലെ തന്നെ മറ്റുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുക. പിന്നെ നമ്മളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ബാക്കിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രക്ക് അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ. എല്ലാം നഷ്ടമായി, വീടായാലും അതേപോലെ തന്നെ വാഹനമായാലും ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരും ഒഴിവാക്കി എന്ന് പറഞ്ഞ മാതിരത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഇക്കാക്ക് ഞാനുണ്ട്, ഇക്കാക്ക് ഞാനും മക്കളും, അതേപോലെ എനിക്ക് ഇക്കാക്കും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കിയ ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ നല്ല സമയമാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാവും. ഒരു മോശം സമയത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, ആരും നമ്മളെ വിശ്വസിക്കില്ല, അതേപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ പോലും ഒരാൾ പോലും നമുക്കൊരു അവസരം തരില്ല. അപ്പോൾ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്, വിശ്വസിക്കരുത്. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത്രക്ക് അനുഭവം കൊണ്ട് പറയുകയാണ്. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഇടപാട് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു താഴ്ന്നു കിടക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇട്ടിട്ട് ഒഴിവാക്കി ഒന്നിനും പറ്റാത്തൊരു രൂപത്തിൽ നമ്മളാക്കി. നമുക്ക് നമ്മുടെ ഭർത്താവിന് ഒരു അപകടം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടെ ഒക്കെ സാമ്പത്തികമായിട്ടൊക്കെ മോശപ്പെട്ട സാഹചര്യത്തിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ഹസ്ബൻഡിനെ തള്ളി പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്താനോ നമ്മളെക്കൊണ്ട് കഴിയില്ല. നമ്മൾ കഴിവിൻ്റെ പരമാവധി അവർക്ക് കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ആരും അവരെ രക്ഷിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരോ വാക്കുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രവൃത്തികളും മതി അവരെ വീണ്ടും ജീവിതത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാനും അതേപോലെ തന്നെ നല്ല ഒരു നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാം ഒരു തുടക്കമാവാനൊക്കെ അതിന് സാധിക്കൂട്ടോ. അല്ല നമ്മളും അവരെ മറ്റുള്ളവരെ പോലെ കുറ്റപ്പെടുത്താനും സങ്കടപ്പെടുത്താനൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനായാലും നഷ്ടപ്പെടുകയേ ഉള്ളൂ ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഒരാളെയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കരുതെന്ന്